സാഗരകന്യക ശില്പത്തെ പരസ്യ ചിത്രത്തിൽ വികലമായി ചിത്രീകരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ശില്പിയായ കാനായി കുഞ്ഞിരാമൻ രംഗത്ത് വന്നു. സംസ്ഥാനത്ത് കലയെ സ്നേഹിക്കാൻ ബോധവൽക്കരണം നൽകണം. ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്ക് ശില്പം, ചിത്രം, നാടകം എന്നിവയെക്കുറിച്ചൊന്നും അറിയില്ല. സാഗരകന്യക ശില്പത്തിനേറ്റ മുറിവ് തൻ്റെ ഹൃദയത്തിൽ പതിച്ചു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അവസ്ഥയാണ് തനിക്കുള്ളതെന്നും കാനായി 24-നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സ്വന്തം കുഞ്ഞി അമ്മക്ക് നഷ്ടപ്പെട്ട എൻ്റെ ശില്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ്. ഓരോ നഷ്ടപ്പെട്ട പിന്നെ അവസാനം ഞാനില്ല. അപ്പോൾ അതിനേക്കാളും കഠിനമായത് കണ്ടപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരുപാട് ആപത്തുകളുണ്ട്. ഈ രാഷ്ട്രീയക്കാർ എന്താണ് ചിത്രം, ശില്പം, നാടകം ഒന്നും അറിയില്ല. നല്ല ഒരു സിനിമ വന്നതിന് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥിതി വരുമ്പോൾ നല്ലതൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ സാധനങ്ങളുണ്ടാവും. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തത്സമയം പ്രൈം ടൈമിൽ വരുന്നു. അരുൺ, വിശദാംശങ്ങൾ. കാനായിയുടെ വേദന നമുക്ക് മനസ്സിലാകുന്നു, പറയൂ. ഗുഡ് ഈവനിങ്. എസ്കെൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലകന്യക ശില്പത്തിനുള്ള ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ശില്പമാണ് സാഗരകന്യക. ഈ സാഗരകന്യകയെ ഒരു ആശുപത്രിയുടെ സ്തനാർബുദ ബോധവൽക്കരണത്തിനുള്ള പരസ്യ ബോർഡിൽ വികലമായി ചിത്രീകരിച്ചു എന്നതാണ് ആരോപണം. അതിനെതിരെ തന്നെ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ശില്പി കാനായി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ വേദന പങ്കുവെക്കുകയാണ്. ഒപ്പം ഈ ശില്പങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കലകളെയും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് കാനായി കുഞ്ഞിരാമൻ വിഷമം പറയുന്നത്. സംസ്ഥാനത്ത് കലയെ സ്നേഹിക്കാനായ ഒരു ബോധവൽക്കരണം അത്യാവശ്യമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും കാനായി കുഞ്ഞിരാമൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്കൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള അറിവുമില്ലെന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ സാംസ്കാരിക സമിതികളിലൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് തിരികെ കയറ്റുകയാണ്. സാംസ്കാരിക സമിതികളിൽ കലയെക്കുറിച്ചറിയുന്ന കലാകാരന്മാരെ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കലകൾക്ക് ആയുസ്സുണ്ടാകൂ എന്നും കാനായി കുഞ്ഞിരാമൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരു വിമർശനം തന്നെയാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാഗരകന്യക ശില്പത്തിനേറ്റ മുറിവ് അത് തൻ്റെ ഹൃദയത്തിലേറ്റതാണ്. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയാണ് ഇപ്പോൾ ഈ ശില്പിക്കുള്ളതെന്നും കാനായി കുഞ്ഞിരാമൻ പറയുന്നുണ്ട്. ഈ ഒരു ശില്പത്തെ വെട്ടിമുറിച്ച ഒരു സ്ഥിതി അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ആ ചിത്രം കാണാൻ പോലും സാധിക്കുന്നില്ല എന്നും കാനായി കുഞ്ഞിരാമൻ പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരും ഈ കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. നിയമപരമായി എന്തായാലും മുന്നോട്ട് പോകാൻ കാനായി കുഞ്ഞിരാമൻ തയ്യാറാവുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാൻ തനിക്ക് താല്പര്യമില്ല. അവർ ഈ ഒരു തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് തിരുത്താൻ തയ്യാറാവണമെന്നും കാനായി കുഞ്ഞിരാമൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കലയെ സ്നേഹിക്കുന്ന ആളുകളെ മനസ്സിലാക്കണമെന്നാണ് കാനായി പറയുന്നത്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.